പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും സമ്മാനിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച ദാവീദിനെ കുറിച്ചാണ്. താൻ ശൗൽ രാജാവിനെ ഭയന്ന് ദുർഗങ്ങളിലും ശത്രുപാളയങ്ങളുടെ മറവുകളിലും ഗുഹകളിലും വനാന്തരങ്ങളിൽ കൂടെ ഒളിച്ചു പാർത്തതായ തൻ്റെ ആ നാളുകളെക്കുറിച്ച്, തന്നോടൊപ്പം കൂടിയതായ സാധുക്കളായ 400 പേരെയും കുറിച്ച് നമ്മൾ ദൈവാത്മാവ് നമ്മോട് വളരെ വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. ഈ പ്രഭാതത്തിൽ ദാവീദിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും നമ്മോട് സംസാരിക്കുവാൻ ദൈവാത്മാവ് തരപ്പെടുത്തിയിട്ടുള്ളതായ സന്ദേശം. ദാവീദ് കഷ്ടത്തിലായപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുത്തിയ ഒരു വിഷയം, രാജകൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി ദുർഗങ്ങളിലും വനാന്തരങ്ങളിലും മരുഭൂമികളിലും ഗുഹകളിലും ഒക്കെ പാർത്തുകൊണ്ടിരുന്ന സമയത്ത് ദാവീദിനെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തൻ്റെ മാതാപിതാക്കളെ വകവരുത്തുവാൻ ശൗൽ ചിന്തിച്ചതായ ഒരു സമയം. അത് ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസമുണ്ടാക്കി. താൻ പെട്ടെന്ന് മാതാപിതാക്കളെയും തന്നോടൊപ്പം കൂട്ടി. എന്നാൽ വൃദ്ധരായ മാതാപിതാക്കളെയും കൊണ്ട് എങ്ങോട്ടാണ് ഓടുക? അത് തനിക്ക് വലിയ ഭാരമായിരുന്നു. എന്നാൽ ഈ കഷ്ടതയുടെ നടുവിൽ എനിക്ക് അപ്പനെയും അമ്മയും നോക്കാൻ വയ്യ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞ് താൻ കൈവിട്ടില്ല. ചില ഭക്തന്മാർ അങ്ങനെയാണ്. അവർക്ക് എത്ര കഷ്ടങ്ങൾ വന്നിരുന്നാലും ശരി, അവരുടെ മാതാപിതാക്കളെ കൈവിടത്തില്ല. അവരുടെ കൂടെ കൊണ്ട് നടക്കും. അവർക്ക് വേണ്ടി രാപകലില്ലാതെ കണ്ണുനീരൊഴുക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ദാവീദ് അതിനൊരു ഉദാഹരണമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ളതായ ചിന്ത തൻ്റെ ജീവിതത്തിൽ വലിയൊരു അസമാധാനം, അസ്വസ്ഥത കൊണ്ടുവന്നു. മോവാബ് രാജാവായ അബീമേലെക്കിൻ്റെ അടുത്ത് ചെന്ന് ദാവീദ് പറയുന്ന ഒരു വാചകം 1 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ആ രാജാവിനോട് എന്ന് പറയുകയാണ്, അല്ലയോ രാജാവേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അദ്ദേഹം ചോദിച്ചു, എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ദാവീദ് പറയുകയാണ്, ഞാൻ വളരെ കഷ്ടത്തിലായിരിക്കുകയാണ്. ശൗൽ രാജാവിനെ ഭയന്ന് ഞാൻ ജീവന് വേണ്ടി അവിടെ ഇവിടെ ആയി ഓടി നടക്കുന്ന സമയം. എന്നോടൊപ്പം കുറേ മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞ് ആരിലും ആശ്രയമില്ലാത്ത സാധുക്കളായ കുറച്ച് പേരുണ്ട്. അവരെന്നോടൊപ്പം സഞ്ചരിക്കുന്നു. പക്ഷെങ്കിൽ എന്നോടൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ വാർദ്ധക്യത്തിലായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. ദാവീദ് പറയുന്നതായ വാക്യം, ആ 3-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അനന്തരം ദാവീദ് അവിടെ വിട്ട് മോവാബിലെ മിസ്പയിൽ ചെന്ന്, അവിടെ ചെന്നതിന് ശേഷം മോവാബ് രാജാവിനോട് ദാവീദ് പറയുന്നതായ വാക്യം, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് ഞാൻ അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിന്നോടുകൂടെ പാർക്കുവാൻ, അല്ലെങ്കിൽ അവർക്കൊരഭയം കൊടുക്കുവാൻ തിരുമനസ്സിന് ഒരു സമ്മതം വേണം. സാധാരണയായി ഒരു രാജാക്കന്മാരും ചോദിക്കാത്ത ഒരു അനുവാദം, ഒരു ദയാഹർജി. അത് വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു വാക്കാണ്. ദാവീദ് ഉപയോഗിക്കുന്ന വാക്ക് മോവാബ് രാജാവിനോട്, ദാവീദിൻ്റെ ദൈവത്തെ അധികം പരിചയമില്ലാത്ത ഒരു രാജാവിനോട് പറയുകയാണ്, എന്നെ ഈ കഷ്ടത്തിലാക്കിയത് എന്നെ വിളിച്ചുകൊണ്ട് വന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിന് ചില പദ്ധതി എന്നിൽ കൂടെ നിർവഹിക്കാൻ കാണുമായിരിക്കാം. അത് ഉടനെ എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. അതെന്താണെന്ന് എൻ്റെ മുൻപിൽ ദൈവം അത് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരും. അവൻ എന്നോട് ഹൃദ്യമായി എന്നോട് സംസാരിക്കും. എന്നെ മറച്ച് ദൈവം ഒന്നും ചെയ്യുകയില്ല. എന്നാൽ രാജാവേ, ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നെ അറിയിക്കുവോളം എൻ്റെ അപ്പനെയും അമ്മയും നിൻ്റെ അടുത്ത് പാർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉദാഹരണമാണ് നമുക്ക് തരുന്നത്. മാതാപിതാക്കളെക്കുറിച്ച് ചിന്തയുള്ള മക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ളതായ ഒരു കഷ്ടതയുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുവാൻ ഒരു മനസ്സ് വരികയുള്ളൂ. പ്രത്യേകിച്ചൊരു രാജസന്നിധിയിൽ നിന്ന് ഒളിച്ചോടുന്നതായ, അല്ലെങ്കിൽ പ്രവാസത്തിലായിരിക്കുന്ന ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളതായ ഒരു അപകടമേറിയ ഒരു കഷ്ടത ഏറ്റെടുക്കുവാൻ അതിൻ്റെ ആവശ്യമില്ല. അവർ സാധാരണ മനുഷ്യരാരും ചെയ്യുകയില്ല.
നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ഒരു അവസരം, ഒരു കഷ്ടതയുടെ ഒരു നിഴലാട്ടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരു പക്ഷെങ്കിൽ ഒന്ന് സസ്പെൻസിൽ വയ്ക്കും. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു ഭക്തൻ, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ദൈവം തനിക്ക് വേണ്ടി ചെയ്തതായ വൻ കാര്യങ്ങളെക്കുറിച്ചൊരു ദർശനമുള്ളൊരു മനുഷ്യൻ, ദാവീദിനൊരു നിശ്ചയമുണ്ട്. ഈ കഷ്ടത എന്നും നിൽക്കുന്ന കഷ്ടതയല്ല, ഇതിനൊരു വിരാമമുണ്ടാകും. ഈ മഴ എന്നും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയില്ല. ഈ ഓളങ്ങളും ഈ തിരമാലകളും എല്ലായ്പ്പോഴും അടിച്ചുയർന്നും കൊണ്ടിരിക്കുകയില്ല. ഇതിനൊരു വിരാമം വരും, ഇതിനൊരു അന്തം വരും, ഇതിനൊരു ശമനമുണ്ടാകും. ആ ശമനം എപ്പോൾ വരുമെന്നുള്ളത് സർവശക്തൻ എന്നോട് ഇപ്പോൾ പറഞ്ഞിട്ടില്ല, പക്ഷെങ്കിൽ അതുണ്ടാകും. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രത്യാശയാണ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നത് തൻ്റെ സങ്കീർത്തനങ്ങളിൽ കൂടെ താൻ പറയുന്നതായ വാക്കുകൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ സഹായം വെളിപ്പെടും. ദാവീദ് ദൈവത്തിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയുടെ ആഴത്തെ മനസ്സിലാക്കിയപ്പോൾ ആ ദാവീദിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അബീമേലെക്ക് തയ്യാറാകുകയാണ്. നാം ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ദൈവം ഏറ്റെടുക്കും. അനേകരെ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ടുവരും. ദാവീദ് പറഞ്ഞതുപോലെ വൃദ്ധരായ അവൻ്റെ മാതാപിതാക്കളെ നോക്കുവാൻ ആ മോവാബ് രാജാവിന് മനസ്സായി. നമ്മുടെ ജീവിതത്തിലെ പല ഉത്തരവാദിത്തങ്ങളും പല ഭാരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ അങ്ങനെയാണ് ദാവീദ് ധൈര്യത്തോടുകൂടെ നിന്ന് പാടുകയാണ്. നിന്റെ ഭാരം യഹോവയിൽ ഭരമേൽപ്പിക്കുക, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനത് നിർവഹിക്കും. താൻ സങ്കീർത്തനങ്ങൾ എഴുതി വെറുതെ പാടിയതല്ല, ഒരു സന്തോഷത്തിന് വേണ്ടി വായിൽ വന്ന വാക്കുകൾ കൊണ്ട് എഴുതിയതായ സംഗീതങ്ങളല്ല സങ്കീർത്തനങ്ങൾ. അവൻ്റെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞതായ അനേക കഷ്ടങ്ങളുടെ മുഖത്ത്, പ്രയാസങ്ങളുടെ മുഖത്ത്, കണ്ണുനീരിൻ്റെ മുഖത്ത് ദൈവം തനിക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളുടെ ആ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെയെല്ലാം ഓർത്തുകൊണ്ട് ദാവീദ് പാടിയ പാട്ടുകളാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ദാവീദ് പറയുന്നു, ദൈവം എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യങ്ങളല്ല, വലിയവ ചെയ്തു. അവൻ വിശാലമായ വഴികളെക്കുറിച്ച് എനിക്ക് ബോധ്യത തന്നു. പലപ്പോഴും നമ്മൾ കടക്കേണ്ടതായ പാതയെക്കുറിച്ച് അപ്പോഴപ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചെന്ന് വരില്ല, ദൈവം നമുക്ക് വെളിപ്പെടുത്തിയെന്ന് വരില്ല. പക്ഷെങ്കിൽ നാം വാസ്തവമായ ഒരു ഭക്തനെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയെങ്കിൽ, നമ്മുടെ വഴികൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഫലമേൽപ്പിച്ച ഒരു അനുഭവ ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ ഓരോന്നും ദൈവം ഏറ്റെടുക്കും, ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏറ്റെടുക്കും. ഒരു പക്ഷെങ്കിൽ നിന്റെ മാതാപിതാക്കളെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബത്തെയും നോക്കുവാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഒരനർത്ഥത്തിൻ്റെ മധ്യത്തിൽ നീ ആയിരിക്കുമ്പോൾ നീ അവരെ ഓർത്ത് വളരെ കലക്കപ്പെടുന്ന ഒരു അനുഭവം നിനക്കുണ്ടായിരിക്കും. എത്രയോ ജീവിതങ്ങൾ എങ്ങനെ കണ്ണുനീരൊഴുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ സമാധാനം സ്വസ്ഥതയുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ആർ നോക്കും, എൻ്റെ കുടുംബത്തെ ആർ പരിപാലിക്കും, വൃദ്ധരായ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ആരുണ്ട് എന്നൊക്കെ വളരെ അധികം ചിന്തിക്കാറില്ലേ? ദാവീദിന്റെ വാക്കുകളെ നീ ഒന്ന് ശ്രദ്ധിക്കുക. നിന്റെ വഴി, നിന്റെ ഭാരം ദൈവത്തിൽ വയ്ക്കുക. വിശ്വാസത്തിന്റെ വാക്കുകൾ നിനക്കുണ്ടായിരിക്കട്ടെ. ദാവീദ് പറയുന്നതായ വാക്ക്, ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്യുമെന്ന് എന്നെ മറിയിക്കുന്നത് വരെയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ഒരു സമയം, ഒരു നാഴിക ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നത്. ഓരോ ചുവടുകളും താൻ വയ്ക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷത്തിൽ ദൈവം എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. ദൈവമാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഞാൻ ആടുകളെ നോക്കി നടക്കുന്നതായ ഒരു ബാലനായിരുന്നില്ലേ? ഇങ്ങനെയുള്ളതായ ഒരു പദവിയും യുദ്ധവും ഒരു വലിയൊരു മത്സരവും ഒന്നും ഈ കൊട്ടാരത്തിൽ വരുവാനും സിംഹാസനത്തിൽ ഇരിപ്പാനൊന്നും ഞാൻ യോഗ്യനായിരുന്നില്ല. ഞാൻ ദൈവത്തോടത് ആവശ്യപ്പെട്ടതല്ല. പക്ഷെങ്കിൽ ആർക്ക് വേണ്ടിയോ? ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ കണ്ണുനീരിലും പ്രയാസത്തിലും കൂടെ പോകുന്ന കഷ്ടതയും ദുഃഖവും കടഭാരങ്ങളും വേദനയും ആ നിരാലംബരായിട്ടുള്ള അനേക ജീവിതങ്ങളെ ദൈവം കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നായകനെ ദൈവം സ്വർഗത്തിൽ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ദൈവം കണ്ടെത്തിയത് ദാവീദിൽ വന്നാണ് ആ തെരച്ചിൽ അവസാനിച്ചത്. ദൈവം അത്രയ്ക്ക് വിശ്വസ്തനായി ദാവീദിനെ കണ്ടു. അങ്ങനെ വിശ്വസ്തയോടുകൂടെ ദാവീദിനോട് ദൈവം സംസാരിക്കുകയുണ്ടായി. ദാവീദ് താൻ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങൾ
തൻ്റെ ജീവിതത്തിൽ നിറപടിയായി ചെയ്യുവാൻ കഴിയുമെന്ന് അമിതമായ ശക്തിയും ബലവും കരടിയുടെയും സിംഹത്തിൻ്റെയും ആ എതിർപ്പെല്ലാം തൻ്റെ മുൻപിൽ കൊണ്ടുവന്നുകൊണ്ട് ദാവീദിനെ ദൈവം ട്രെയിൻ ചെയ്ത് ശക്തനാക്കി. ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു. തൻ്റെ വാക്കുകൾ കൊണ്ടും തൻ്റെ വിശ്വാസം കൊണ്ടും ഗോലിയാത്തിനെ താൻ ഒറ്റ ഏറിന് താഴെ വീഴ്ത്തി കളഞ്ഞു. അങ്ങനെ വളരെ ശക്തിയേറിയ പ്രവൃത്തികളൊക്കെ ചെയ്ത ദാവീദിന് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട്. താൻ മോവാബ് രാജാവിനോട് പറയുകയാണ്, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്ത് ചെയ്യുമെന്ന് എന്നോട് തീർച്ചയായിട്ടും ഒരു നിമിഷത്തിൽ എന്നെ അറിയിക്കും. എനിക്ക് വേണ്ടി എഴുന്നള്ളി വരും. അവൻ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വന്ന് എന്നോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അടുത്തപടി എന്താണ് ചെയ്യേണ്ടതെന്ന്, അങ്ങനെ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്ന് എന്നെ അറിയിക്കുവോളം, ഞാൻ അറിയുവോളം. ദൈവത്തിന് സ്തോത്രം. 2 ശമൂവേൽ 22 അധ്യായത്തിൻ്റെ 3-ാം വാക്യം, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിന്റെ അടുത്ത് നിൽക്കുവാൻ അനുവാദം തരണം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ചെലവിന് കൊടുക്കുന്ന ആരാണ്? മോവാബ് രാജാവ് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഞാൻ നോക്കിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ വഴികളെ നോക്കും. ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവത്തെ അത്രമാത്രം നീ ആഴമേറിയ ഒരു രീതിയിൽ നീ വിശ്വസിക്കുമെങ്കിൽ, നിന്റെ ഭാരം ദൈവം ഏറ്റെടുക്കുന്ന വഴികളുടെ ഒരു ഉദാഹരണമായിട്ടാണ് തിരുവചനം നമ്മൾ മുൻപിൽ കാണിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളെ ഒരു രാജാവ് വന്ന് നോക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല, എന്നാൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഭാരങ്ങൾ അത് എപ്രകാരം ദൈവം ഏറ്റെടുക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ സങ്കല്പിക്കുവാൻ പോലും കഴിയാത്തതായ അത്ഭുതകരമായ ചില വഴികൾ നമുക്കിവിടെ മുൻപിൽ തുറന്നു കാണിച്ചുകൊണ്ട്, ഇത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും ദൈവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യും എന്ന് ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് വളരെ വ്യക്തമായി ഒരു ഉദാഹരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുകയാണ്. നമ്മളിൽ അനേകരും അങ്ങനെയുള്ള ഭാരങ്ങളിൽ കൂടെ പോകുന്നവരുണ്ട്. ഇനി രോഗിയായിട്ടുള്ള അനേകർ, രോഗികളായിട്ടുള്ളവർ, ആശുപത്രി കിടക്കയിലായിരിക്കുന്നവർ, ഒരു രീതിയിൽ ഒരു പ്രത്യാശയുടെ താഴ്വര, ഒരു പ്രത്യാശയുടെ തീരം മുന്നിൽ കാണാൻ കഴിയാതെ ഭാരത്തോടെ കണ്ണുനീരൊഴുക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദാവീദിൻ്റെ വാക്കുകൾ നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റുപാടാം, ഒന്ന് ഏറ്റുപറയാം. ദൈവം എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അറിയുവോളം അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടുവരും. മറ്റുള്ളവരുടെ ആശ്രയത്തിലല്ല, മറ്റുള്ളവരുടെ വാക്കുകളിലല്ല, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നുവെന്ന് നാം ദൈവസന്നിധിയിൽ അഭിമാനിക്കുവാനുള്ളതായ സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നതായ കഷ്ടത ഏറനാൾ നിൽക്കുന്ന കഷ്ടതയല്ല. അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ പറയുന്നത് അല്പകാലത്തേക്കുള്ളതായ ഈ കഷ്ടത, ഈ പരീക്ഷ, അവരുടെ ദൃഷ്ടിയിൽ ഈ കഷ്ടതയും പ്രയാസവും ഒക്കെ ക്രിസ്തീയ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ വലിയ ഒരു കഷ്ടതയായിട്ട് അവർ കണ്ടില്ല. അല്പകാലം, കുറച്ച് ദിവസം മാത്രം. അതെന്താണ് ഈ അല്പകാലം എന്ന് പറയുന്നത്? ഈ അല്പകാലത്തിന് ശേഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവരിൽ കൂടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ കൺമുമ്പിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ ഭാരം കർത്താവ് ഏറ്റെടുക്കും. ദൈവം ഏറ്റെടുക്കുന്ന ഭാരങ്ങൾ അതത്ര മനോഹരമാണ്. ദൈവത്താൽ ഏറ്റെടുക്കപ്പെടുന്നതായ ജീവിതങ്ങളുടെ ഉടമകൾ ദൈവസന്നിധിയിൽ എത്ര ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം ഈ ലോകത്തിൽ തരുന്നതായ സമാധാനമല്ല. ആ സമാധാനം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കർത്താവ് ആ സമാധാനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ലോകം തരാത്ത സമാധാനം, ലോകം തരാത്ത പ്രത്യാശ, ലോകം തരാത്ത സൗഖ്യം, ലോകം തരാത്തതായ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് പ്രിയരെ. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നറിയോളം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നതായ ഒരനുഭവം, തികഞ്ഞ ഭക്തിയുടെ ഒരു നിഴലാട്ടം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ കുടുംബങ്ങളൊക്കെയും ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ കാഴ്ച നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഇത്ര മഹത്തായ പ്രത്യാശയുടെ താഴ്വരയെ കണ്ട് സന്തോഷിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതവചനം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.